സാറേ ഒന്നിങ്ങോട്ട് വന്നേ. എങ്ങോട്ടാ പോകുന്നേ? ആരാത്? എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? ഇപ്പൊ ശബ്ദം കേട്ടല്ലോ. ഇവിടെ ആരോ ഇരിക്കുന്ന പോലെ കണ്ടല്ലോ. ആരാ പറയൂ. സാറേ സുഖാണോ? സാർ എന്ത് പറ്റി? എന്തിനാ സാർ ഇങ്ങനെ പേടിച്ചോടുന്നത്? ശിവ ഭൂതം. അവിടെ ആരോ ഓടുന്നത് കണ്ടു. ഡ്രൈവർ, ആദി, യുഡി, വരും നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. ഒന്ന് മാറ്. സൈഡ് പ്ലീസ്. മാറി നിക്ക്. ഞങ്ങൾ ധൃതിയിൽ ഓടാണ്. വേഗം മാറ്. ആരാ ഓടുന്നത്? നിൽക്ക്. അവിടെ നിൽക്കാൻ. ശിവ സൂക്ഷിച്ച്. ശിവ, ആരെങ്കിലും കണ്ടോ? ഇല്ല രവ, ആരും ഒരാൾ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും മുകളിൽ വരെ അയാളെ പിന്തുടർന്നതാ. പോയി. എന്ത് മണ്ടത്ര ഈ പറയുന്ന സാറേ? ഇന്നത്തെ കാലത്ത് ഭൂതം എന്നൊക്കെ പറഞ്ഞാ പിള്ളേര് കളിയാക്കും. സാറ്, ഞാൻ പറഞ്ഞ സത്യമാ. ക്ലാസ് റൂമിൽ ഭൂതത്തെ കണ്ടു, പക്ഷെ കാണാനുമില്ല പെട്ടെന്ന്. കണ്ടില്ലേ? സ്കൂൾ ബെല്ല് താനെ അടിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ. സാറേ ഓടി രക്ഷപ്പെട്ടാ. അയ്യോ ഭൂതം. അയ്യോ രക്ഷപ്പെടുത്തലേ. എല്ലാരും വീട്ടിലേക്ക് വെക്കോ, ഇന്ന് സ്കൂൾ ലീവാണ്. എന്റെ അമ്മ ഭൂതം വന്നേ. ഭൂതം. അയ്യോ ഭൂതം. സർ, പെട്ടെന്ന് എന്തിനാ എല്ലാരോടും വീട്ടിലേക്ക് പോകാൻ പറയുന്നത്? ഞാനല്ല ശിവ, ഭൂതക്കാരനോട് ക്ലാസ് വേണ്ടെന്ന് വെച്ചത്. ശരിക്കും ഭൂതമുണ്ടെന്നേ ഞാനിപ്പോ നേരിട്ട് കണ്ടതാണ്. പോയിക്കോളൂ, എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. ചെല്ല്. ബോസ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ റിമോട്ട് ഓപ്പറേറ്റഡ് ചെയർ? ഇത് കണ്ടിട്ട് ബോസ് പേടിച്ചു പോയോ? പറയൂ. ബോബി ബിൽഡർ പേടിക്കുകയല്ല, പേടിപ്പിക്കുകയുള്ളൂ. ആര് കണ്ടാലും ശരിക്കും വിശ്വസിക്കും ഭൂതങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം. ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കുട്ടികളും സ്കൂളിൽ വരില്ല, പഠിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സും വരില്ല. ഒരു തവണ ആ സ്കൂൾ ഒഴിഞ്ഞു കിട്ടിയാൽ ഞാൻ അവിടെ വലിയൊരു റിസോർട്ട് തന്നെ പണിയും. ഭൂതത്തിന്റെ വേഷം ഇട്ടിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് വന്ന് ആരെ പേടിപ്പിക്കുന്നെന്നറിയില്ല. അതൊന്ന് കണ്ടുപിടിക്കണം. ഇന്നത്തെ കാലത്തൊക്കെ ഭൂതമൊന്നുമില്ല. ആരാ പറഞ്ഞ ഭൂതം ഇല്ലെന്ന്? ഞാൻ ശരിക്കുള്ള ഭൂതത്തിനെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടില് ഒരു ഭൂതം വന്നിരുന്നു, അറിയോ? അതായത് ഇപ്പൊ നീ പറഞ്ഞില്ലേ അതുപോലെ ഭൂതങ്ങള്. അതുപോലെ ഒരു ഭൂതം ഉണ്ടല്ലോ, ഒരു മരത്തിൽ നിന്ന് ചാടി ഇനിയൊരു മരത്തിലേക്ക് കയറി എല്ലാരും പേടിപ്പിക്കുമായിരുന്നു. ഓ, ഞാൻ വേഗം ചെന്ന് അതിനെ പിടിച്ച് മരത്തിലിട്ട് കെട്ടിയിട്ട് നന്നായിട്ട് ഇടിച്ച് പാസാക്കി കളഞ്ഞില്ലേ. എന്ത് പറ്റി ബടായടിക്കൽ രാജ? പേടിച്ചു പോയോ? എന്തൊരു വിഡിത്ത പറഞ്ഞോണ്ടിരുന്നേ. എപ്പോഴും നാടിന്റെ കാര്യം കള്ളത്തരങ്ങൾ മാത്രം പറയാൻ അറിയോ? എന്റെ രേവ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതായത് എല്ലാവരും ഒന്ന് രസിക്കട്ടെ എന്ന് കരുതി കള്ളത്തരം വിളമ്പിയതല്ലേ. ഇങ്ങനെ പേടിപ്പിക്കലേട്ടാ, കാറ്റു പോകും. നോക്കാതെ, ഈ ഭൂതം പ്രതമൊന്നുമില്ല. അതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഈ കാര്യം നമ്മൾ സ്കൂളിൽ ചെന്ന് എല്ലാവർക്കും തെളിയിപ്പിച്ചു കൊടുക്കണം.
അതിനു മുൻപ് ആരാണ് ഇവിടെ വേഷം കെട്ടി സ്കൂളിൽ വന്ന് പേടിപ്പിക്കുന്നെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഞാൻ പറയെന്താന്നറിയോ, അതായത് അത് ഭൂതമല്ല, ചിലപ്പോ ഏലിയൻ വന്നതായിരിക്കും. ഏലിയന് ഭയങ്കര ശക്തിയുള്ളവരാ. യൂടി, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ഏലിയൻ കഥ? എപ്പോ നോക്കിയാലും ഇതേ ഉള്ളൂ നിനക്കും. എടാ റാം, വേദാസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ടീച്ചറും പ്രിൻസിപ്പളും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിനകത്ത് ഭൂതമുണ്ടെന്ന്. ഭൂതമോ? അതും എന്റെ പരിധിയിൽ ഉണ്ടെന്നോ? വന്നേ, നമുക്ക് പോയി നോക്കിട്ട് വരാം. ഓക്കെ സാർ. എടാ റാം, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അതിശയം തോന്നുന്നു. ഇന്നത്തെ ജനറേഷനിൽ പഠിപ്പറിവുള്ള ആൾക്കാർ പോലും ഭൂതമുണ്ടെന്ന് വിശ്വസിച്ചു പോകുന്നു. അയ്യയ്യയ്യയ്യയ്യേ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചറും ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ അവരിവിടുത്തെ കുട്ടികൾക്കൊക്കെ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നേ? സാറേ, പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂം എവിടെയാണെന്ന് ഒന്ന് പറയാമോ? ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? വന്നേ, ഞാൻ തന്നെ കൊണ്ടാക്കി തരാം. വിട്ടോ. പേടാറാം, ഇന്നത്തെ കാലത്ത് ഭൂതം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പ്രിൻസിപ്പല് സ്കൂളിൽ അടച്ചിട്ട് ഇവിടുന്ന് പോയി കളഞ്ഞത്. പേടാറാം, വേഗം മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യേ. പോവാം. വിട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ചു വേണം കണ്ടുപിടിക്കാനായിട്ട്. എല്ലാവരും പല പല ഡയറക്ഷനിൽ പോയി കണ്ടുപിടിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടിയാൽ പെട്ടെന്ന് കോൾ ചെയ്ത് അറിയിക്കണം, കേട്ടല്ലോ? യൂടി, ശിവയും രേവയും ആ ഭാഗത്താ പോയിരിക്കുന്ന. ചിലപ്പോ അവര് രണ്ടുപേരും ഭൂതങ്ങളെ കാണുവായിരിക്കും. നമുക്ക് രണ്ടുപേർക്കും ക്ലാസിന്റെ അകത്ത് കയറി മിണ്ടാതങ്ങ് ഇരുന്നാലോ? ശരിയാ പറഞ്ഞേ. വരൂ, നമുക്ക് രണ്ടുപേർക്കും അകത്ത് കയറി മിണ്ടാതിരിക്കാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എല്ലാവരും ഇങ്ങോട്ടാണല്ലോ വന്നത്, ഭൂതങ്ങള്. മിണ്ടാതിരിക്കേ, ടീച്ചർ വരുന്നുണ്ട്. ഭൂതങ്ങളെ പഠിക്കാനൊക്കെ വരുമോ? നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ക്ലാസിനെ കുറിച്ചാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പറയൂ, കേക്കട്ടെ. അക്ബർ ചക്രവർത്തിയുടെ ഏറ്റവും അടുത്ത ആള് ആരാണ്? പറയൂ. ഞാനായിരുന്നു സാറ്. ബീർബൽ, താൻ അവിടെ ഇരുന്ന്. നിനക്കറിയാലോ നീ തന്നെയാണെന്ന്. വേറെ ആരെങ്കിലും ഒന്ന് പറയട്ടെ. ഇടയ്ക്ക് വെച്ച് ആരും കേറി പറയരുത്. അക്ബർ ചക്രവർത്തി, നിങ്ങളൊന്ന് പറഞ്ഞേ, ഇടയ്ക്ക് വെച്ച് കേറി സംസാരിക്കരുതെന്ന്. ബീർബൽ, എല്ലാവർക്കും അറിയാം നീ ഞങ്ങൾ പ്രിയപ്പെട്ടവനാണെന്ന്. മറ്റുള്ളവർക്ക് ഉത്തരം പറയാൻ അവസരം കൊടുക്ക. ഇത് ബീർബലിന്റെ അക്ബറിന്റെ ഒക്കെ ഭൂതങ്ങളാണ്. ഓ, ഇന്നത്തെ ക്ലാസ്സിലെ പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇല്ല. ഹായ്. യൂടി, സ്ഥലം വിട്ടോ. ഇന്നത്തെ ചേട്ടൻ ഞാൻ ഹിസ്റ്ററി പഠിക്കാനേ പോകുന്നില്ല. ഞാനിനി സ്കൂളിലെ വരില്ല ശിവ. ഭൂതങ്ങളുണ്ട് ശിവ. ഓടി വാ. ശിവ, ശിവ, ഭൂതങ്ങളുണ്ട്. ദേ, ആ ക്ലാസ് റൂമിനകത്ത് കൊറേ ഭൂതങ്ങളുണ്ട് ശിവ. ശരിയാ ശിവ, ആ ഹിസ്റ്ററി ക്ലാസ് ആണ് നടക്കുന്നത്. അവിടെ ബീർബൽ, അക്ബർ ഒക്കെ ഉണ്ട് കേട്ടോ. ഓടിക്കോ. എന്തായാലും ഇപ്പൊ എല്ലാവരും മുൻപിൽ എത്തിയില്ലേ? ഈ സ്കെലിറ്റന്റെ കോസ്റ്റ്യൂം ഒന്ന് അഴിച്ചു മാറ്റ്. കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾ പ്രേതോ അല്ല ഭൂതോ അല്ല എന്നുള്ള കാര്യം. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായില്ല. അതായത്
നിങ്ങൾ എല്ലാവരും എന്തിനാ പേടിപ്പിക്കുന്നത്? കുട്ടി മര്യാദക്ക് സ്ഥലം വിടുന്ന നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇനി ഇവിടെ ശരിയാവില്ല. ഇതിന്റെ അടുത്ത് പോയിട്ട് ഓടി. രക്ഷപ്പെട്ടോ, ഓടിക്കോ. കൊള്ളാലോ ശിവ, എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതങ്ങളെ അടിച്ചു ഓടിച്ചല്ലോ നീ. ബോബി ബിൽഡർ പേടിക്കുകയില്ല, പേടിപ്പിക്കുകയുള്ളൂ. ഒരു പീറ കുട്ടിയെ കണ്ടിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാൽ എന്താ ചെയ്യാ? ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനും പറ്റില്ലല്ലോ. ഒരു കുട്ടിക്ക് എന്റെ പ്ലാനൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. വേഗം സ്കൂളിലേക്ക് ചെല്ല്. വീണ്ടും സ്കൂളിലേക്ക് ആരും വരാതിരിക്കാൻ എങ്ങനെയൊക്കെ പേടിപ്പിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യ്. ചെല്ല്, വേഗം ചെല്ല്. ശരി ബോസേ, ബോസ് പറയുന്നോണ്ട് ഞങ്ങള് പോവാ. പക്ഷെ നിങ്ങളും കൂടെ വരണം, എന്നാലേ നിങ്ങൾക്ക് ആ കുട്ടിയുടെ കാര്യം മനസ്സിലാവുള്ളൂ. പേടിത്തൊണ്ടന്മാര്. എന്നാ ഞാനും വരുന്നുണ്ട്. ഈ ബോബി ബിൽഡർ പേടിക്കുകയില്ല, പേടിപ്പിക്കാറേയുള്ളൂ. വേഗം വാ മണ്ടന്മാരെ. ശിവ, നിനക്ക് തോന്നുന്നുണ്ടോ ഇനി ആ ഭൂതങ്ങൾ സ്കൂളിലേക്ക് വരൂന്ന്? അവര് തീർച്ചയായിട്ടും വീണ്ടും വരും. ഇത്തവണ കൂടുതൽ മുൻകരുതലോട് തന്നെയായിരിക്കും വരിക. എന്നാൽ ഞാനോ, ഈ തവണ അവർ ശരിക്കും പേടിപ്പിക്കും. ഹലോ അങ്കിൾ. അങ്കിൾ വന്നത് വളരെ നന്നായിട്ടോ. ഇത്രയും വർഷങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എനിക്ക് മടുത്തുപോയി. ഇന്ന് നമുക്കൊന്ന് ആഘോഷിച്ചാലോ? നിങ്ങളെ കാണാൻ എന്റെ പപ്പയെ പോലെയുണ്ട്. പപ്പ, പപ്പ, അവിടെ നിൽക്കൂ പപ്പ. ഞാൻ നിന്റെ പപ്പയൊന്നുമല്ല. പൊക്കോ മര്യാദക്ക്. പൊക്കോ, പൊക്കോ. എന്നമ്മ ഓടിക്കോ, ഭൂതം വരുന്നേ. അയ്യോ, ഓടിക്കോ, ഭൂതം വരുന്നേ. അയ്യോ, ശരിക്കുള്ള ഭൂതം വന്ന്. ഓടിക്കോ, ഇത് ശരിക്കുള്ള ഭൂതമാണ്. ഓടിക്കോ. അങ്കിൾ, എന്തിനെങ്ങനെ ഓടുന്നത്? പേടിക്കല്ലേ. വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് പക്കോട കഴിക്കാം. ഞാൻ നിന്റെ അങ്കിളൊന്നുമല്ല. എന്റെ അമ്മോ, ഇത് ശരിക്കുള്ള ഭൂതമാണ്. ഓടിക്കോ. സൈക്കിള് താനെ വരുന്നത് കണ്ടില്ലേ? ബോസ്, ശരിക്കുള്ള ഭൂതം വന്നിട്ടുണ്ട്. എന്തൊരു പമ്പര വിഡ്ഢികളാ നിങ്ങളൊക്കെ. റിമോട്ട് ഉപയോഗിച്ച് കസേര കാണിച്ച് എല്ലാവരെയും നമ്മൾ പേടിപ്പിക്കാറില്ലേ? അതുപോലെ ആരോ സൈക്കിളിൽ പ്രവർത്തിച്ച് നമ്മളെ പേടിപ്പിക്കുകയാണ്. ഹലോ അങ്കിൾ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നിങ്ങളും ഭൂതമല്ല, അതുപോലെ ഞാനും ഭൂതമല്ല. ലഡു സിംഗ് സാറേ, പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് വരൂ. ഇവിടെ ഉള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതങ്ങളാ. ഓക്കെ ശിവ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. വേഗം ചെന്ന് പിടിക്കാ കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ആ ലഡു സിംഗ് വരുന്നതിന് മുമ്പ് വേഗം ഇവനെ പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പണിയാകെ കുഴിയും. ആ കുട്ടി ഭയങ്കര സാധന. അവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ. ഞാൻ പിടിച്ചോ.
ശിവ, നീ എവിടെയാണ്? ഞാൻ താഴെ വീണാം. ലേഡി സിംഗ് സാറേ, ഇത് കണ്ടില്ലേ? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതങ്ങളാ. ആഹാ, ഇനി ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. ഓരോരുത്തരും ഞാൻ ശരിക്കും കണ്ടോളാം. ആ. ഹലോ അങ്കിൾ, എന്താ എന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനാണോ ഉദ്ദേശം? ഞാൻ ഒരിക്കലും ഒരു കുട്ടിയുടെ മുന്നിൽ തോൽക്കില്ല. ഓ ഓ അങ്കിൾ, ഇനിങ്ങനെ സത്യം പറയൂ, എന്തിനാ എല്ലാവരും പേടിപ്പിച്ച് ഓടിപ്പിച്ചേ? എന്റെ റിസോർട്ടിന്റെ സ്വപ്നം ഇതാ പൊളിഞ്ഞു പോയിരിക്കുന്നു. ഈ സ്കൂള് വിലക്ക് വാങ്ങി വലിയൊരു റിസോർട്ട് പണിയാൻ ഞാൻ ആഗ്രഹിച്ചതാ. ഇനി നമുക്ക് ജയിലിലേക്ക് പോയിട്ട് നിനക്ക് അവിടെ റിസോർട്ട് പണിയാം. ഐ, എന്റെ പരിധിയിൽ ശരിക്കുള്ള ഭൂതം തന്നെ വരാൻ ധൈര്യം കാണിക്കില്ല. പക്ഷെ നീ ഭൂതത്തിന്റെ വേഷിട്ടോണ്ട് വന്നിരിക്കാണോ? ഡ്യൂപ്ലിക്കേറ്റ് ഭൂതം, നമുക്ക് ജയിലിലേക്ക് പോകാം. അത് മാത്രമല്ല, എനിക്കിപ്പോ ടിവിയില് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാവണ്ടേ? എന്താ മനസ്സിലായോ? എന്നാ വന്നേ പോവാം.